ഇപ്പോൾ റൊണാൾഡോ അർജന്റീനക്കാരനാണെങ്കിൽ, അതായത് റൊണാൾഡോ മെസ്സിയുടെ പോലെ തന്നെ, ഇപ്പൊ മെസ്സി ഒരു അർജന്റീന പ്ലെയർ ആണല്ലോ, അപ്പൊ അതേപോലെ റൊണാൾഡോ ആയിരുന്നു ഒരു അർജന്റീന പ്ലെയർ ആയിരുന്നെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ റൊണാൾഡോ മിനിമം ഒരു 3 വേൾഡ് കപ്പ് എടുത്തിരുന്നു. അതൊരു ശരിക്കും പറഞ്ഞാൽ കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ അത് കറക്റ്റ് ആണ്. കാരണം മെസ്സിക്ക് അത് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പൊ നമ്മൾ വേൾഡ് കപ്പിൽ എടുത്ത് പറഞ്ഞാൽ എന്തെടുത്ത് പറഞ്ഞാലും മെസ്സിക്ക് ഈ റഫറിമാരടുത്തുനിന്നും ഈ ഫിഫയുടെ അടുത്തും കിട്ടുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് 7 മത്സരങ്ങളിൽ നിന്ന് 5 പെനാൾട്ടി എന്ന് പറഞ്ഞ വേൾഡ് റെക്കോർഡ്, അല്ലെങ്കിൽ വേൾഡ് കപ്പ് റെക്കോർഡ് പോലും മെസ്സി ഇട്ടത് ഈ ഒരു കഴിഞ്ഞ വേൾഡ് കപ്പിലാണ്. അത്രയും വലിയ വലിയ എന്താണ് പറയാ റഫറിമാരെ സപ്പോർട്ട്. അതായത് ഇപ്പൊ റൊണാൾഡോ ഒന്ന് ചാടിക്കഴിഞ്ഞാൽ ഡൈവിംഗ് ആണ്. മെസ്സി ഒന്ന് എന്താണ് കാറ്റത്ത് പറന്നു പോയാൽ എന്താ പറയാ, മെസ്സി ജസ്റ്റ് നടന്നു പോയി കഴിഞ്ഞാൽ എന്താണ് ആരെങ്കിലും പിച്ചിയാലും നുള്ളിയാലും എന്താണ് അത് പെനാൽറ്റിയാണ്. അത് ക്ലിയർ പെനാൽറ്റി, വാർ പോലും ചെക്ക് ചെയ്യാണ്ട് അത് പെനാൽറ്റി ഇവന്റ് അവിടെ കൊടുക്കും. പക്ഷെ അതിനെ കുറിച്ച് റൊണാൾഡോ ചാടിക്കഴിഞ്ഞാലോ റൊണാൾഡോനെ ക്ലിയർ ഫൗള്, നമുക്ക് ക്ലിയർ കൃത്യം ഫൗള് ചെയ്യപ്പെട്ടത് കണ്ടാലും അത് ഫൗളല്ല. അങ്ങനെയാണ് അവരൊരു ഹിപ്പോക്രസി നടക്കുന്നത്. അപ്പോൾ അതായത് കറക്റ്റായിട്ട് ആ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ റൊണാൾഡോ ആണ് ഒരു അർജന്റീനക്കാരൻ എന്നെങ്കിൽ, റൊണാൾഡോ ഒരു അർജന്റീനൻ പ്ലെയർ ആയിരുന്നെങ്കിൽ മെസ്സിയുടെ സ്ഥാനത്ത് റൊണാൾഡോ 3 വേൾഡ് കപ്പ് എടുത്തിരുന്നു. കാരണം ഇപ്പം നമ്മൾ പോർച്ചുഗൽ സ്കോഡ് എടുക്കുമ്പോൾ എന്താണ്, പോർച്ചുഗൽ സ്കോഡിൽ നമ്മൾ എന്താണ് പറയാ ജോ ഫെലിക്സ്, അങ്ങനെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്, ബെർണാർഡോ സിൽവ, ഇതുപോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടും വലുത്, ഏറ്റവും വലുത് ഇത്രയും പ്ലേയേഴ്സ് നമുക്കിപ്പോ ഇനി നമ്മളൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഇനി ലോകോത്തരമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സിന്റെ ഒരു കാര്യമില്ല. അർജന്റീനയുടെ ഒപ്പം ആരുണ്ട്? അർജന്റീനയുടെ ഒപ്പം ഇത്രയും വലിയ പ്ലേയേഴ്സ് ഒന്നും ഇല്ല, പക്ഷെ അർജന്റീനയുടെ ഒപ്പം ആരുണ്ട്? അർജന്റീനയുടെ ഒപ്പം ഫിഫ ഉണ്ട്, അർജന്റീനയുടെ ഒപ്പം റഫറിമാരുടെ സംഘടന ഉണ്ട്, അർജന്റീനയുടെ ഒപ്പം റഫറിമാരുണ്ട്, അസിസ്റ്റന്റ് റഫറിമാരുണ്ട്, ലൈൻ റഫറി, എല്ലാവരും ഉണ്ട്. ബാർ റഫറിമാർ എല്ലാവരും അർജന്റീനയുടെ കൂടെയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു റഫറിമാരുടെ ടീമിനോടൊപ്പം, അതായത് മെസ്സി റഫറി എന്നുള്ള ഒരു ടീമിനോടൊപ്പം നമുക്ക് ഒരിക്കലും പോരടിച്ച് നിൽക്കാൻ പോലും പറ്റില്ല. അതിനെ പറ്റി എന്താ പറയാനുള്ള മലപ്പുറം കാക്ക? ഈ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫിഫ മെസ്സിനൊപ്പം എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ മെസ്സിനൊപ്പം അല്ല ഒരു അർജന്റീനിയൻ ടീമിനെ എപ്പോഴും ഫേവർ രീതിയിലാണ് ഫിഫ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അല്ലെങ്കിൽ അവർക്കൊപ്പമാണ് ഫിഫ എന്നുള്ളതിനുള്ള സാധൂകരിക്കുന്ന ഒരുപാട് നമുക്ക് പ്രസന്റ് ആയിട്ട് മാച്ചസ് ഒക്കെ എടുത്ത് കാണാൻ പറ്റും. എസ്പെഷ്യലി വേൾഡ് കപ്പിൽ പറഞ്ഞ ആ 7-5 പെനാൾട്ടി എന്നുള്ള ആ സംഭവം തന്നെ ഇന്നേരെ ലോക ഫുട്ബോളില് ഒരു വേൾഡ് കപ്പിൽ നടന്നിട്ടില്ല. പിന്നെ ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഫിഫ പ്രസിഡന്റ് ഒരു കാര്യം പറയണ്ടേ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെസ്സി വേൾഡ് കപ്പ് എടുക്കാതെ വിരമിച്ചു കഴിഞ്ഞാല് അതൊരു ക്രൂരത, ലോക ഫുട്ബോളിനോട് ചെയ്യുന്ന ഒരു ക്രൂരത ആയിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് ഫിഫ പറയണ്ടേ. അങ്ങനെ ഒരു സംഭവം ഫിഫയുടെ പ്രസിഡന്റ് അങ്ങനെ പറയുന്നതിലൂടെ നമ്മൾ എന്ത് വിചാരിക്കണം? അതും ഇതിനൊരു മികച്ച അല്ലെങ്കിൽ ഉദാർത്ഥമായ ഒരു ഉദാഹരണമാണ്. എന്തായാലും സിംഗിൾ ടീമിനെ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്നതും അതേപോലെ അവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനും ഒരിക്കലും ഫുട്ബോൾ ആരാധകന് അതിനോട് യോജിക്കാൻ പറ്റില്ല.